അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അടുത്ത പരീക്ഷ കിതാബുൽ ഫിഖ് ആണ്. കിതാബുൽ ഫിഖിൽ നമുക്ക് പഠിക്കാനുള്ളത് 6 പാഠങ്ങളാണ്. അൽ അഹ്കാമുദ്ദീനിയ മുതൽ സുനനുൽ വുളൂഇന്റെ സുന്നത്തുകൾ എന്നതുവരെയുള്ള 6 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആമുഖമായി വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ 6 പാഠങ്ങളും ആവർത്തിച്ച് വായിക്കുകയും നിർബന്ധമായും എഴുതാനുള്ളത് എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 6 പാഠങ്ങളുടെയും ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ പാഠം അൽ അഹ്കാമുദ്ദീനിയ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ. അഹ്കാം എന്ന് പറഞ്ഞാൽ ഹുക്കും എന്നുള്ളതിന്റെ ജംആണ് അഹ്കാം, വിധികൾ. പരിശുദ്ധമായ ദീനിന്റെ വിധികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓരോന്നും വിദ്യാർത്ഥികൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം, ഉദാഹരണ സഹിതം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിന്റെ വിധികൾക്കാണ് അൽ അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. ഇത് അടിവരയിട്ട് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക. സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിന്റെ വിധികൾക്കാണ് അൽ അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. എത്ര വിധികളാണുള്ളത്? അത് 5 ആകുന്നു. ഒന്നാമത്തത് വാജിബ്, രണ്ടാമത്തത് ഹറാമ്, മൂന്നാമത്തത് സുന്നത്ത്, നാലാമത്തത് കറാഹത്ത്, 5ാമത്തത് ഹലാല്. ഇനി ഓരോന്നും വിശദമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഒന്നാമതായി വാജിബ്. ഇതിന് ഫറള് എന്നും പറയപ്പെടും. അപ്പൊ വാജിബ് എന്ന് പറഞ്ഞാലും ഫറള് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. എന്താണ് വാജിബ് അല്ലെങ്കിൽ ഫറള് എന്ന് പറഞ്ഞാൽ? ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളത്. നമ്മളിത് ചെയ്താൽ അല്ലാഹു തആല നമുക്ക് കൂലി തരും, എന്നാൽ ഒഴിവാക്കിയാലോ അല്ലാഹു തആല നമ്മെ ശിക്ഷിക്കും. ചെയ്യൽ നിർബന്ധമായ കാര്യത്തിനാണ് വാജിബ് അല്ലെങ്കിൽ ഫറള് എന്ന് പറയുന്നത്. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഫറള് തന്നെ 2 വിധമുണ്ട്. ഏതൊക്കെയാണ്? ഫറള് ഐന്, മറ്റൊന്ന് ഫറള് കിഫായ. എന്താണ് ഫറള് ഐന് എന്ന് പറഞ്ഞാൽ? ഓരോ വ്യക്തിക്കും നിർബന്ധമായത്, അതിനാണ് ഫറള് ഐന് എന്ന് പറയുന്നത്. ഉദാഹരണം, 5 വഖത്ത് നിസ്കാരം. ഓരോരുത്തരും നിർബന്ധമായും 5 വഖത്ത് നിസ്കാരം നിർവഹിക്കണം. എൻ്റെ നിസ്കാരം വേറൊരാളോട് നിസ്കരിക്കാൻ ഏൽപ്പിക്കാൻ എനിക്ക് പറ്റൂല. എൻ്റെ നിസ്കാരം ഞാൻ തന്നെ നിസ്കരിക്കണം. അങ്ങനെ ഓരോരുത്തരും നിർബന്ധമായി ചെയ്യേണ്ട കർമ്മത്തിനാണ് ഫർള് ഐന് എന്ന് പറയുന്നത്. അതേപോലെ റമദാനിലെ നോമ്പ്, റമദാൻ മാസം നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. ആ നോമ്പ് നമ്മൾ തന്നെ നോറ്റു വീട്ടണം, അത് വേറൊരാളെ ഏൽപ്പിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ 5 വഖത്ത് നിസ്കാരം, അതുപോലെ റമദാനിലെ നോമ്പ്, ഇതൊക്കെ ഫർള് ഐനിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി എന്താണ് ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ? സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അപ്പൊ സമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ആരും ചെയ്തിട്ടില്ലെങ്കിലോ എല്ലാവരും ശിക്ഷിക്കപ്പെടും. അതിനാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. ഉദാഹരണം, മയ്യിത്ത് നിസ്കാരം പോലെ. അപ്പോൾ ഒരു നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു, ആ മരിച്ചയാളെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, അയാളെ മേലിൽ മയ്യത്ത് നിസ്കരിക്കുക, അയാളെ മറമാടുക, ഇതൊക്കെ സാമൂഹ്യ ബാധ്യതകളാണ്. ഒരാൾ പോലും അയാളുടെ മേലിൽ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ശിക്ഷിക്കപ്പെടും. നേരെ മറിച്ച് ആരെങ്കിലുമൊക്കെ കുറച്ച് ആളുകൾ മയ്യത്ത് നിസ്കാരം മറ്റുള്ള കർമ്മങ്ങളൊക്കെ നടത്തിയെങ്കിൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. അതിനാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. സാമൂഹ്യ ബാധ്യത. സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അതിനാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് വാജിബ്. വാജിബിന്റെ മറ്റൊരു പേര് ഫർള്. ഫർള് 2 വിധമുണ്ട്, ഫർള് ഐന്, ഫർള് കിഫായ. വിദ്യാർത്ഥികൾ വേർതിരിച്ച് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തത് ഹറാം. എന്താണ് ഹറാം? ചെയ്താൽ ശിക്ഷയുള്ളത്, ഒഴിവാക്കിയാൽ കൂലിയുള്ളത്. ഉദാഹരണം, മദ്യപാനം, കളവ് പറയൽ. മദ്യപാനം, കള്ളു കുടിക്കുക എന്നുള്ളത് അത് ഹറാമാണ്, നമ്മൾ കുടിക്കാൻ പാടില്ല. നമുക്ക് കുടിക്കാൻ സൗകര്യം ഉണ്ടായി, പക്ഷെ നമ്മളതിൽ നിന്ന് ഒഴിവായി, അല്ലാഹു തആല കൂലി തരും. നേരെ മറിച്ച് അത് കുടിച്ചാലോ അല്ലാഹു തആല നമ്മെ ശിക്ഷിക്കും. അതുപോലെ കളവ് പറയുക, ഇതെല്ലാം ഹറാമിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി അടുത്തത് സുന്നത്ത്. ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ സുന്നത്തിന്റെ വ്യത്യസ്ത പേരുകൾ പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് സുന്നത്തിന്റെ മറ്റു പേരുകൾ? മൻദൂബ്,
മുസ്തഹബ്, നഫ്ല്, തതവ്വു എന്നും ഇതിന് പേരുകളുണ്ട്. സുന്നത്തിന്റെ ഈ മറ്റു പേരുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക. എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ? ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തത്. ചെയ്താൽ കൂലിയുണ്ട്, എന്നാൽ ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തത്, അതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഉദാഹരണം, സലാം പറയൽ, മിസ്വാക്ക് ചെയ്യൽ. നമ്മൾ ഒരാളെ കണ്ടു, സലാം പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു തആല നമ്മെ ശിക്ഷിക്കൊന്നും ചെയ്യൂല. നേരെ മറിച്ച് സലാം പറയുക എന്നുള്ളത് അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തിരുചര്യയാണ്, സുന്നത്താണ്. അത് നമ്മൾ ചെയ്താൽ അള്ളാഹു തആല കൂലി തരും. അപ്പോൾ ചെയ്താൽ കൂലിയുള്ളത്, ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തത്, അതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഉദാഹരണം, സലാം പറയൽ പോലെ, മിസ്വാക്ക് ചെയ്യൽ പോലെ. ഇനി നാലാമത്തത് കറാഹത്ത്. എന്താണ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ? ചെയ്താൽ ശിക്ഷയില്ലാത്തത്, ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത്. ഉദാഹരണം, വലതുഭാഗത്തേക്ക് തുപ്പൽ, നിസ്കാരത്തിൽ തല തുറന്നിടൽ. നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ തല മറച്ചില്ല എന്ന് വിചാരിച്ച് അള്ളാഹു തആല നമ്മെ ശിക്ഷിക്കൊന്നും ചെയ്യില്ല. നേരെ മറിച്ച് നമ്മൾ തല മറച്ചു, അതിന്റെ ഓപ്പോസിറ്റ് ചെയ്താൽ അള്ളാഹു തആല നമുക്ക് കൂലി തരും. അതാണ് ചെയ്താൽ ശിക്ഷയില്ലാത്തത്, എന്നാൽ ഉപേക്ഷിച്ചാലോ കൂലിയുള്ളത്, അതിനാണ് കറാഹത്ത് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തത് ഹലാല്. ഹലാലിന് മുബാഹ് എന്നും പേരുണ്ട്. ഈ പേരും വിദ്യാർത്ഥികൾ പ്രത്യേകം പഠിച്ചു വെക്കുക. ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയോ ശിക്ഷയോ ഇല്ലാത്തത്, അതിനാണ് ഹലാല് എന്ന് പറയുന്നത്. ഉദാഹരണം, വില കൂടിയ ഭക്ഷണം കഴിക്കൽ, വില കൂടിയ ചെരുപ്പ് ധരിക്കൽ. ഒരാൾ നല്ല വില കൂടിയ ഭക്ഷണമാണ് കഴിച്ചത്, ഒരാൾ കഞ്ഞിയാണ് കുടിച്ചത് എന്ന് വിചാരിച്ച് അള്ളാഹു തആല പ്രത്യേകം കൂലിയോ അല്ലെങ്കിൽ ശിക്ഷയോ എന്തോ നൽകുന്നുണ്ടോ? ഒന്നുമില്ല. ഹലാൽ എന്ന് പറഞ്ഞാൽ ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയോ ശിക്ഷയോ ഇല്ലാത്തത്, അതിനാണ് ഹലാൽ എന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങളാണ് അൽ അഹ്കാമുദ്ദീനിയ, പരിശുദ്ധമായ ശരീഅത്തിന്റെ വിധികൾ. ഇനി അത്തദ്രീബാത്ത്. അജിബ് അനിൽ അസ്ഇലത്തി താലിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ്. അൽ അഹ്കാമുദ്ദീനിയ എത്ര ഏവ, പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമങ്ങൾ എത്രയാണ്? 5. ഏതൊക്കെയാണ്? വാജിബ്, ഹറാമ്, ഹലാല്, കറാഹത്ത്, സുന്നത്ത്. ഈ 5 പേരുകൾ വിദ്യാർത്ഥികൾ അതിന്റെ ഡെഫിനിഷൻ സഹിതം പഠിച്ചു വെക്കണം. രണ്ടാമത്തത് ഫർള് ഐന് എന്നാൽ എന്താണ്? നമ്മളിവിടെ പറഞ്ഞു വാജിബിന് മറ്റൊരു പേരുണ്ട് ഫർള് എന്ന്. ആ ഫർള് 2 വിധമാണ്, ഫർള് ഐന്, ഫർള് കിഫായ. ഫർള് ഐന് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും നിർബന്ധമായത്. ഉദാഹരണം, 5 വഖത്ത് നിസ്കാരം പോലെ. ഇനി അടുത്തത് ഫർള് കിഫായ എന്നത് എന്താണ്? സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഉദാഹരണം, മയ്യത്ത് നിസ്കാരം പോലെ. അതിനാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് ചെയ്താൽ ശിക്ഷ ലഭിക്കുന്നത് ഏതാണ്? ഹറാമാണ്. ഹറാമ് ചെയ്താൽ അല്ലാഹു തആല ശിക്ഷിക്കും. അഞ്ചാമത്തത് സുന്നത്ത് എന്നാൽ എന്താണ്? നമ്മളിവിടെ പറഞ്ഞു ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തത്, അതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇനി ഹലാലിന്റെ മറ്റൊരു പേരെന്താണ്? മുബാഹ്. ഏഴാമത്തത് വാജിബിന്റെ നിർവചനം എന്താണ്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വാജിബ്, ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളത്, അതാണ് വാജിബ്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഉദാഹരണ സഹിതം തന്നെ ഈ 5 നിയമങ്ങളും പഠിച്ചു വെക്കുക. ഇനി മൂന്നാമത്തത് സിൽ ബിൽ മുനാസിബി, യോജിച്ചതിലേക്ക് മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഫർള് ഐനിന്റെ ഉദാഹരണം ഏതാണ്? റമളാനിലെ നോമ്പ്. ഫർള് കിഫായന്റെ ഉദാഹരണം മയ്യത്ത് നിസ്കാരം. ഹറാമ് മദ്യപാനം. സുന്നത്ത് സലാം പറയൽ. കറാഹത്ത് വലതുവശത്തേക്ക് തുപ്പൽ. ഹലാല് വില കൂടിയ ചെരിപ്പ് ധരിക്കൽ. ഇതാണ് ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ പാഠം അഹമ്മിയത്തു സ്വലാത്തി, നിസ്കാരത്തിന്റെ മഹത്വം. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നിസ്കാരം ഏറ്റവും മഹത്തായ ഒരു ഇബാദത്താണ്. ആർക്കാണ് നിസ്കാരം നിർബന്ധമാവുന്നത്? നിസ്കാരത്തിന് വല്ല തടസ്സങ്ങളും ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? ഉള്ള തടസ്സങ്ങൾ നീങ്ങിയാൽ എന്താണ് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിസ്കാരം മുസ്ലിമിന്റെ ശാരീരികമായ മഹത്തായ ഇബാദത്താകുന്നു. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമും ബുദ്ധി നിലനിൽക്കുന്ന കാലം മുഴുവനും നിസ്കരിക്കൽ വാജിബാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമും ബുദ്ധി നിലനിൽക്കുന്ന കാലം മുഴുവനും നിസ്കരിക്കൽ വാജിബാണ്.
അപ്പൊ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം ഒരാളുടെ മേൽ നിസ്കാരം നിർബന്ധമാണ് എന്ന് ചുരുക്കം. സമയമായാൽ ഉടൻ നിസ്കരിക്കണം, അല്ലെങ്കിൽ സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്ന് ഉറപ്പിച്ചു കരുതണം. ഏറ്റവും നല്ലത് ഏതാണ്? അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്? സമയത്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കലാണ്. സമയമായാൽ ഉടനെ നിസ്കരിക്കുക. ഇനി എന്തെങ്കിലും കാരണത്താൽ ആദ്യ സമയത്ത് നിസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് കരുതണം? സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്ന് ഉറപ്പിച്ച് കരുതണം. ഇവ രണ്ടിലൊന്ന് പാലിച്ചില്ലെങ്കിൽ കാരണമുണ്ടായിട്ട് നിസ്കാരം നഷ്ടപ്പെട്ടാലും അവൻ കുറ്റക്കാരനാകും. ഇനി നിസ്കരിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായാൽ ചെയ്യേണ്ടവ. ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാൻ സമയം ലഭിച്ച ശേഷം ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ് തുടങ്ങിയ തടസ്സങ്ങൾ ഉണ്ടായാൽ ആ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ളുഹ്ർ ബാങ്ക് കൊടുത്തു, ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം ഹൈളുണ്ടായി. ബാങ്ക് കൊടുത്ത് 10 മിനിറ്റിന്റെ ഉള്ളിൽ നിസ്കരിച്ചില്ല. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീക്ക് ഹൈളുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ ഹൈലിൽ നിന്ന് ശുദ്ധിയായതിനു ശേഷം ആ ളുഹ്ർ നിസ്കരിക്കൽ, ഖളാ വീട്ടൽ നിർബന്ധമാണ്. കാരണം അവിടെ യഥാർത്ഥത്തിൽ നിസ്കരിക്കാനുള്ള സമയം ലഭിച്ചിട്ടുണ്ട്, നമ്മൾ നിസ്കരിച്ചില്ല. പക്ഷേ ആ സമയം ലഭിച്ചു എന്നുള്ള കാരണത്താൽ ഈ ഹൈലിൽ നിന്ന് വിരമിച്ചതിന് ശേഷം, ശുദ്ധിയായതിനു ശേഷം ആ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇങ്ങനെ ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാൻ സമയം ലഭിച്ച ശേഷം ഭ്രാന്ത്, ബോധക്ഷയം, ഹൈല്, നിഫാസ് തുടങ്ങിയ തടസ്സങ്ങൾ ഉണ്ടായാൽ ആ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഞാൻ ജസ്റ്റ് ഹൈല് എന്നുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇവിടെ പറയപ്പെട്ട ഭ്രാന്തോ അല്ലെങ്കിൽ ബോധക്ഷയമോ നിഫാസോ ഏത് കാരണമാണ് ഇതുപോലെ ഉണ്ടായതെങ്കിൽ പോലും അതിനുശേഷം ആ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇനി തടസ്സങ്ങൾ നീങ്ങിയാൽ ചെയ്യേണ്ടത് എന്താണ്? ഒരു തക്ബീറിനുള്ള സമയം മാത്രം ബാക്കിയിരിക്കെ തടസ്സം നീങ്ങുകയോ ഒരാൾ മുസ്ലിം ആവുകയോ ചെയ്താൽ ആ നിസ്കാരവും അതിനു മുമ്പുള്ള നിസ്കാരം ഇതോടൊപ്പം ജംആക്കപ്പെടുന്നതാണെങ്കിൽ അതും നിസ്കരിക്കൽ വാജിബാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ്, യഥാർത്ഥത്തിൽ അത് അസറിന്റെ സമയത്തിലാണ്, മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു സ്ത്രീയുടെ ഹൈദ് നിലച്ചു ശുദ്ധിയായി. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഏതെല്ലാം നിസ്കാരങ്ങൾ നിസ്കരിക്കണം? അസറും നിസ്കരിക്കണം, ളുഹ്റും നിസ്കരിക്കണം. കാരണം ളുഹ്ർ അസറിലേക്ക് ജംആക്കപ്പെടുന്ന നിസ്കാരമാണ്. ഇനി സുബഹിയുടെ തൊട്ട് മുമ്പാണ് ഹൈദിൽ നിന്ന് ശുദ്ധിയാവുന്നത് എങ്കിൽ ഇഷാഉം നിസ്കരിക്കണം, മഗ്രിബും നിസ്കരിക്കണം. ഇങ്ങനെ ഒരു തക്ബീറിനുള്ള സമയം മാത്രം ബാക്കിയിരിക്കെ തടസ്സങ്ങൾ നീങ്ങുകയോ ഒരാൾ മുസ്ലിം ആവുകയോ ചെയ്താൽ ആ നിസ്കാരവും അതിനു മുമ്പുള്ള നിസ്കാരം ഇതോടൊപ്പം ജംആക്കപ്പെടുന്നതാണെങ്കിൽ അതും നിസ്കരിക്കൽ വാജിബാണ്. വേർതിരിച്ച് തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഇനി നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടണം. കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം ഉടൻ ഖളാ വീട്ടലും, ആസന്നമായ നിസ്കാരം ഖളാ ആകില്ലെങ്കിൽ അതിനേക്കാൾ മുന്തിക്കലും നിർബന്ധമാണ്. അപ്പൊ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, ളുഹ്ർ നിസ്കാരം ഖളാ ഉണ്ട്, അസർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ഏതാണ് നിസ്കരിക്കേണ്ടത്? ആസന്നമായ നിസ്കാരമായ അസറിനേക്കാൾ മുന്തിക്കേണ്ടത് ഖളാ ഉള്ള ളുഹ്റാണ് നമ്മൾ മുന്തിക്കേണ്ടത്. പക്ഷേ അസറിന്റെ അവസാന സമയമാണ്. നമ്മളിവിടെ ളുഹ്ർ മുന്തിക്കാൻ നിൽക്കുകയാണെങ്കിൽ അസറും ഖളാ ആകും. അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ ആദ്യം അസർ തന്നെ നിസ്കരിക്കണം. അല്ല, വിശാലമായ സമയം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ആദ്യം ഖളാ ഉള്ള നിസ്കാരമാണ് നിസ്കരിക്കേണ്ടത്, പിന്നെയാണ് ആസന്നമായ നിസ്കാരം നിസ്കരിക്കേണ്ടത്. അനിവാര്യമായ ഭക്ഷണം, ഉറക്കം, ജോലി പോലെയുള്ളവക്ക് അല്ലാത്ത മുഴുവൻ സമയവും നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടാൻ ഉപയോഗിക്കണം. അപ്പോൾ ഒരാൾക്ക് ധാരാളം നിസ്കാരങ്ങൾ ഖളാ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത്യാവശ്യമായ ഭക്ഷണം കഴിക്കാന്, അതുപോലെ ഉറങ്ങാനുള്ള സമയം, ജോലിക്കുള്ള സമയം മാറ്റിവെച്ച് ബാക്കിയുള്ള സമയം മുഴുവനും ഈ നിസ്കാരം ഖളാ വീട്ടാൻ ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം നിസ്കാരം എന്നുള്ളത് ഉടമയായ അള്ളാഹുവുമായുള്ള ഒരു ബാധ്യതയാണ്. അത് നിസ്കരിച്ചേ പറ്റൂ. നേരത്തെ നമ്മൾ പറഞ്ഞു, അത് ഫർള് ഐനാണ്, ഓരോരുത്തരും നിർബന്ധമായും നിർവഹിക്കേണ്ട ഇബാദത്താണ്. അതുകൊണ്ട് നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും ഖളാ വീട്ടണം. അതിനി എത്ര സമയം ചെലവഴിച്ചാലും. അജിബ് അനിൽ അസ്ഇല, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മഹത്തായ ശാരീരിക ഇബാദത്താണത്. ഏത്? നിസ്കാരം. ഉറക്കം കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഖളാ വീട്ടണം. 3, തക്ബീറിനുള്ള സമയം മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരാൾക്ക് ബോധം തെളിഞ്ഞാൽ ഏതെല്ലാം നിസ്കാരം ഖളാ വീട്ടണം? ആ നിസ്കാരവും അതിനോട് ജംആക്കപ്പെടുന്ന നിസ്കാരവും ഖളാ വീട്ടണം.
ഇനി നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ ഏതെല്ലാമാണ്? നമ്മളിവിടെ പറഞ്ഞു, ഭ്രാന്ത്, ബോധക്ഷയം, ഹൈവ്, നിഫാസ്, ഇതെല്ലാം നിസ്കാരത്തിനുള്ള തടസ്സങ്ങളാണ്. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. മറന്നുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ നിർബന്ധമില്ല. മറന്നുകൊണ്ടാണെങ്കിലും നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ നിർബന്ധമാണ്. മുക്കല്ലഫായ രോഗിക്ക് നിസ്കാരം ഒഴിവാകും. മുക്കല്ലഫായ രോഗിക്ക് നിസ്കാരം ഒഴിവാകോ? ഇല്ല, രോഗിയെ സംബന്ധിച്ച് നിസ്കാരം ഒഴിവാകുന്നില്ല. രോഗിയെ സംബന്ധിച്ച് നിസ്കാരം ഒഴിവാകുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു, ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിസ്കാരം നിർബന്ധമാണ്. ഇനി രോഗിക്ക് ഏത് സാഹചര്യത്തിലാണോ നിസ്കരിക്കാൻ പറ്റുന്നത്, നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇരിക്കാം, ഇരിക്കാൻ പറ്റില്ലെങ്കിൽ കിടക്കാം, അങ്ങനെ പല ഓപ്ഷൻസുകളും ഉണ്ട്. എന്തായാലും ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിസ്കാരം നിർബന്ധമാണ്. അല്ലാതെ രോഗം എന്നുള്ള നിലക്ക് നിസ്കാരം ഒഴിവാകുന്നതല്ല. മൂന്നാമത്തത്, ചുരുങ്ങിയ നിലയിൽ നിസ്കരിക്കാനുള്ള സമയം ലഭിച്ച ശേഷം ഹൈലുണ്ടായാൽ ആ നിസ്കാരം ഖളാ വീട്ടണം. ശരിയാണ്. കാരണമില്ലാതെ നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ ഖളാ വീട്ടണം. അതും ശരിയാണ്. നിസ്കാരം എൻ്റെ ജീവിതത്തിൽ എന്ന തലക്കെട്ടിൽ 3-4 വരികൾ ചെറിയ കുറിപ്പ് എഴുതുക. ഇനി അടുത്തത് മൂന്നാമത്തെ പാഠം, അൻ നജാസാതു വ തത്ഹീറുഹ. വ്യത്യസ്ത ഇനം നജസുകളും അത് ശുദ്ധിയാക്കുന്ന രൂപങ്ങളുമാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിന്റെ നിബന്ധനയാണ്, അല്ലെ? നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ ഒന്നാമത്തത് ഏതാണ്? അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. രണ്ടാമത്തത് നജസുകളിൽ നിന്ന് ശുദ്ധിയാവുക. നിസ്കരിക്കുന്നയാളുടെ വസ്ത്രം, അയാളുടെ ശരീരം, നിസ്കരിക്കുന്ന സ്ഥലം, ഇതെല്ലാം നജസിൽ നിന്ന് ശുദ്ധിയാവണം. നിസ്കാരം ശരിയാവുന്നതിന് തടസ്സമാകുന്ന മാലിന്യങ്ങൾക്കാണ് നജസ് എന്ന് പറയുന്നത്. നിസ്കാരം ശരിയാവുന്നതിന് തടസ്സമാകുന്ന മാലിന്യങ്ങൾക്കാണ് നജസ് എന്ന് പറയുന്നത്. അപ്പോൾ താഴെ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവൂല. നജസുകൾ 3 വിധമാണ്. ഏതെല്ലാമാണ്? മുഖഫഫ്, മുഗല്ലദ്, മുതവസ്സിത്ത്. ഇനി എന്താണ് മുഖഫഫ്, എന്താണ് മുഗല്ലദ്, എന്താണ് മുതവസ്സിത്ത് എന്ന് വിദ്യാർത്ഥികൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഈ നജസുകൾ കൊണ്ട് അശുദ്ധമായാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്നും വേർതിരിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. ഒന്നാമതായി മുഖഫഫ്, 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മുഖഫഫായ നജസ് കൊണ്ട് മലിനമായവ ശുദ്ധിയാക്കുന്ന രീതി എങ്ങനെയാണ്? തടിയുണ്ടെങ്കിൽ അത് നീക്കി മൂത്രത്തിനേക്കാൾ കൂടുതൽ വെള്ളം ആ ഭാഗത്തെല്ലാം കുടയുക. കഴുകേണ്ടതില്ല, കുടഞ്ഞാൽ തന്നെ മതി. കാരണം അത് മുഖഫഫ് എന്ന് പറഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള, ലൈറ്റ്ലി ആയിട്ടുള്ള നജസിനാണ് മുഖഫഫ് എന്ന് പറയുന്നത്. അതിന് കൂടുതൽ വെള്ളം ഒഴിച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ആ മൂത്രത്തിനേക്കാൾ കുറച്ചല്പം വെള്ളം കുടഞ്ഞാൽ തന്നെ അവിടെ ശുദ്ധിയാകുന്നതാണ്. ഇനി രണ്ടാമത്തത് മുഗല്ലദ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള നജസാണ് മുഗല്ലദ്. ഏതാണത്? നായ, പന്നി എന്നിവയും അതുപോലെ ഇവയിലൊന്ന് മറ്റൊരു ജീവിയോടുകൂടി ജനിച്ചവയും. ഉദാഹരണം, ഈ നായയോ പന്നിയോ വേറൊരു ജീവിയുമായി മേറ്റ് ചെയ്ത് അതിലുണ്ടായ മറ്റൊരു ജീവി, അതും മുഗല്ലദായ നജസിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. ഈ മുഗല്ലദ് കൊണ്ട് മലിനമായവ ശുദ്ധിയാക്കുന്ന രീതി എങ്ങനെയാണ്? 7 തവണ കഴുകണം. അതിലൊന്ന് ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവണം. നജസിന്റെ തടിയുണ്ടെങ്കിൽ ആദ്യം അത് നീക്കണം. അതിനുവേണ്ടി പല തവണ കഴുകിയാലും 1 തവണയായാണ് പരിഗണിക്കുക. ഉദാഹരണം, നായയുടെ കാഷ്ടമുണ്ട്, ആ കാഷ്ടം നീക്കണം. അത് നീക്കാൻ വേണ്ടി എത്ര തവണ കഴുകിയിട്ടാണോ അത് നീങ്ങുന്നത്, അത് 1 തവണയായിട്ടേ പരിഗണിക്കുകയുള്ളൂ. ബാക്കി വീണ്ടും 6 തവണ നമ്മൾ കഴുകണം. അതിലൊരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം കഴുകേണ്ടത്. ഇനി അടുത്തത് നജസിന്റെ 3ാമത്തെ ഇനം, മുതവസ്സിത്തായ നജസ്. മുതവസ്സിത്തായ നജസ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ലെവലിലുള്ള നജസ്, അതിനാണ് മുതവസ്സിത്തായ നജസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് മുതവസ്സിത്തായ നജസിന്റെ ഉദാഹരണങ്ങൾ? മലം, മൂത്രം, രക്തം, ചലം, മദിയ്, വദിയ്. മദിയ് എന്ന് പറഞ്ഞാൽ ലൈംഗിക ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈംഗിക സ്പർശനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ലൈംഗിക അവയവത്തിലൂടെ പുറപ്പെടുന്ന ഒരു തരം വഴുവഴുപ്പുള്ള ദ്രാവകമാണ് മദിയ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വദിയ് എന്ന് പറഞ്ഞാൽ ഭാരിച്ച ജോലികൾ ചെയ്യുന്ന സമയത്ത് പുറപ്പെടുന്ന ദ്രാവകം, അതിനാണ് വദിയ് എന്ന് പറയുന്നത്. ഈ മദിയും വദിയും ഒക്കെ മുതവസ്സിത്തിന്റെ ഉദാഹരണങ്ങളാണ്. അതുപോലെ ആമാശയത്തിൽ എത്തിയ ശേഷം ഛർദിച്ചത്, ലഹരി ദ്രാവകങ്ങൾ, മനുഷ്യരല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാല്, അയവിറക്കാൻ മൃഗം തികട്ടിയെടുത്തത്,
മനുഷ്യൻ, മത്സ്യം, ജറാദ് എന്നിവ അല്ലാത്ത ജീവികളുടെ ശവം തിന്നപ്പെടാത്ത ജീവിയിൽ നിന്ന് ജീവനുള്ളപ്പോൾ വേർപിരിഞ്ഞ രോമം, തൂവൽ തുടങ്ങിയവയൊക്കെ മുതവസ്സിത്തായ നജസിനിക്കുള്ള ഉദാഹരണമാണ്. മുതവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? ആദ്യം നജസിന്റെ തടി നീക്കുക. നിറം, മണം, രുചി എന്നിവ മുഴുവനായി നീങ്ങുന്നത് വരെ കഴുകുക. നല്ല രൂപത്തിൽ തന്നെ നമ്മൾ കഴുകണം. ഉദാഹരണം, നമ്മുടെ ഡ്രസ്സിൽ കാഷ്ടമായി, അങ്ങനെയാണെങ്കിൽ അതിന്റെ നിറം, മണം, രുചി എന്നിവ മുഴുവനായി നീങ്ങുന്നത് വരെ കഴുകുക. പരമാവധി ശ്രമിച്ചിട്ടും നിറം, മണം എന്നിവയിൽ ഒന്ന് നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല, അല്ലാഹു തആല അത് പുറത്തു തരും. രുചി മാത്രമോ അല്ലെങ്കിൽ നിറവും മണവും ഒന്നിച്ചോ പോകുന്നില്ലെങ്കിൽ ശുദ്ധിയാകുന്നതല്ല. ഇനി മുറിച്ചു കളയലല്ലാതെ വഴിയില്ലെങ്കിൽ പൊറുക്കപ്പെടുന്നതാണ്. ഡ്രസ്സിൽ കാഷ്ടമായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുതവസ്സിത്തായ നജസായി എത്ര ശ്രമിച്ചിട്ടും പോകുന്നില്ല, ഇനി അവസാനത്തെ ഓപ്ഷൻ ഏതാണ്? ആ ഭാഗം മുറിച്ചു കളയൽ മാത്രമാണ് പരിഹാരമുള്ളത് എങ്കിൽ അത് മുറിച്ചു കളയൊന്നും വേണ്ട, അല്ലാഹു തആല അത് പുറത്തു തരും. കാരണം നമ്മൾ പരമാവധി അത് കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നജസായ വസ്തു 2 കുല്ലത്തിനേക്കാൾ, 2 കുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 200 ലിറ്റർ, അതിനേക്കാൾ കുറഞ്ഞ വെള്ളത്തിൽ ഇട്ട് കഴുകരുത്. കാരണം എന്താ? ഈ 2 കുല്ലത്തിൽ കുറഞ്ഞ വെള്ളത്തിൽ നജസിട്ട് കഴുകിയാൽ ആ വെള്ളം മുഴുവനായും നജസാകും, മലിനമാകും. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? വെള്ളം അതിന്മേൽ ഒഴിച്ചു കഴുകുകയാണ് വേണ്ടത്. അതിൽ നിന്ന് വെള്ളം മുക്കിയെടുത്ത് ഏതിലാണോ നജസുള്ളത് അതിലേക്ക് ഒഴിച്ച് വൃത്തിയാക്കുകയാണ് വേണ്ടത്. അതിലേക്ക് ഇട്ട് കഴുകിയാൽ ആ വെള്ളം മുഴുവൻ നജസാകും. മൂത്രം പോലുള്ള നജസ് ഒരു സ്ഥലത്തോ മറ്റോ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി വറ്റിയിട്ടില്ലെങ്കിൽ അത് നീക്കം ചെയ്ത് വെള്ളം ഒഴിക്കുക. കിണറിലെ കുറഞ്ഞ വെള്ളം നജസായാൽ അതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് 2 കുല്ലത്ത് ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ 2 കുല്ലത്തിൽ അധികമുണ്ടെങ്കിൽ പ്രശ്നമില്ല, കുറവാണെങ്കിലാണ് പ്രശ്നം. നജസുകളിൽ നിന്ന് ശുദ്ധിയാകുന്നവ ഏതൊക്കെയാണ്? നജസുകളിൽ നിന്ന് ശുദ്ധിയാകുന്നവ ഏതൊക്കെയാണ്? ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയായാൽ ശുദ്ധിയാകും. അതേപോലെ നായ, പന്നി എന്നിവയും. ഇവയൊന്ന് മറ്റൊരു ജീവിയോടുകൂടി ജനിച്ചവയും അല്ലാത്ത എന്ന് പറഞ്ഞാൽ മുഗല്ലദല്ലാത്ത ശവത്തിന്റെ തോല് ഊറക്കിട്ടാലും ശുദ്ധിയാകും. ഇതാണ് 3ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അജിബ് അനിൽ അസ്ഇലത്തി താലിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നജസ് എത്ര വിധമാകുന്നു? നമ്മൾ പറഞ്ഞു 3 വിധമാണ്. ഏതെല്ലാമാണ്? മുഖഫഫ്, മുതവസ്സിത്ത്, മുഗല്ലദ്. ഇങ്ങനെ 3 വിധം നജസുകളാണുള്ളത്. ഇനി 2ാമത്തത് മുഗല്ലദായ നജസ് ഏതാകുന്നു? നമ്മൾ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നായ, പന്നി എന്നിവയും ഇവയിലൊന്ന് മറ്റൊരു ജീവിയോടുകൂടി ജനിച്ചവയും മുഗല്ലദായ നജസാണ്. ഇനി അടുത്ത ചോദ്യം, മുതവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായത് ശുദ്ധിയാക്കാൻ എന്ത് ചെയ്യണം? മുതവസ്സിത്ത് കൊണ്ട് മലിനമായവ ശുദ്ധിയാക്കുന്ന രീതി: ആദ്യം നജസിന്റെ തടി നീക്കുക. നിറം, മണം, രുചി എന്നിവ മുഴുവനായി നീങ്ങുന്നത് വരെ കഴുകുക. പരമാവധി ശ്രമിച്ചിട്ടും നിറം, മണം എന്നിവയിൽ ഒന്ന് നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. രുചി മാത്രമോ അല്ലെങ്കിൽ നിറവും മണവും ഒന്നിച്ചോ പോകുന്നില്ലെങ്കിൽ ശുദ്ധിയാകുന്നതല്ല. മുറിച്ചു കളയലല്ലാതെ വഴിയില്ലെങ്കിൽ പൊറുക്കപ്പെടുന്നതാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ മുതവസ്സിത്തായ നജസ് കൊണ്ട് അശുദ്ധമായാൽ, മലിനമായാൽ നമ്മൾ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? അതിന്റെ നിറവും മണവും രുചിയും എല്ലാം മുഴുവനായി നീങ്ങുന്നത് വരെ നമ്മൾ ശുദ്ധിയാക്കണം. ഇനി 4ാമത്തെ ചോദ്യം, മലിനമായ വസ്തു കുറഞ്ഞ വെള്ളത്തിൽ ഇട്ട് കഴുകാമോ? പാടില്ല. കാരണം കുറഞ്ഞ വെള്ളത്തിൽ, ഏകദേശം 2 കുല്ലത്തിൽ കുറവുള്ള വെള്ളമാണെങ്കിൽ അതിലിട്ടാൽ ആ വെള്ളം മുഴുവനും മലിനമാകും. അതുകൊണ്ട് ഇട്ട് കഴുകാൻ പാടില്ല. അതിൽ നിന്ന് വെള്ളം എടുത്ത് ഒഴിച്ച് കഴുകുകയാണ് വേണ്ടത്. ഇനി കമ്മിൽ പൂർത്തിയാക്കുക. മുഗല്ലദായ നജസ് കൊണ്ട് മലിനമായത് ശുദ്ധിയാക്കാൻ എത്ര തവണ കഴുകണം? 7 തവണ കഴുകണം. മുതവസ്സിത്ത് കൊണ്ട് മലിനമായ വസ്തു കഴുകുമ്പോൾ അതിന്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങണം. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. 2 വയസ്സാവാത്ത, പാലല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം അത് മുഖഫഫാണോ? അതെ, അതിനാണ് മുഖഫഫ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, നായയുടെ രോമം മുഗല്ലദ്. ശരിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു നായ, പന്നി ഒക്കെ മുഗല്ലദായ നജസാണ്. ലഹരി ദ്രാവകങ്ങൾ മുതവസ്സിത്ത്. ശരിയാണ്. ചത്ത കോഴിയുടെ തോല് മുഗല്ലദ്. അത് തെറ്റാണ്. ചത്ത കോഴിയുടെ തോല് മുഗല്ലദല്ല, മറിച്ച് മുതവസ്സിത്താണ്. ഈ രൂപത്തിൽ അവിടെ ശരിയും തെറ്റും അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്.
ഇനി അടുത്തത് അദ്ദറുസു റാബിഉ, നാലാമത്തെ പാഠമാണ്. മാ യുഅഫ അൻഹു മിനൻ നജാസാത്തി, നജസുകളിൽ നിന്ന് പൊറുക്കപ്പെടുന്നവ ഏതെല്ലാം. നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ വ്യത്യസ്ത ഇനം നജസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആ നജസുകളിൽ നിന്ന് പൊറുക്കപ്പെടുന്നവ ആയാൽ പ്രശ്നമില്ലാത്തത്, അതിനാണ് പൊറുക്കപ്പെടുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ പൊറുക്കപ്പെടുന്ന നജസുകൾ ഏതെല്ലാം, അതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ശുദ്ധി ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിസ്കാരം സാധുവാകാൻ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ ശുദ്ധിയായിരിക്കണം. അത് നിസ്കാരത്തിന്റെ ഷർത്താണ്. എന്നാൽ ചില നജസുകൾക്ക് നിസ്കാരത്തിൽ ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് പഠിക്കാം. ഇളവ് ലഭിക്കുന്ന നജസുകൾ ഏതൊക്കെയാണ്? വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒലിക്കുന്ന രക്തമില്ലാത്ത കൊതുകു പോലെയുള്ളവയുടെ രക്തം, മുറിവ്, മുഖക്കുരു, ചോരക്കുരു മുതലായവയുടെ രക്തം, ചലം, ഇവ തന്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ കൂടുതലാണെങ്കിലും ഇളവുണ്ട്. ഉദാഹരണം, എൻ്റെ മുഖത്ത് മുഖക്കുരുണ്ട്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അത് തന്നെ പൊട്ടിയതാണ്, എന്നിട്ട് വന്ന രക്തമാണ്, അത് എത്ര കൂടുതലാണെങ്കിലും പ്രശ്നമില്ല. നേരെ മറിച്ച് ഞാനത് മാന്തി പൊട്ടിച്ച് അതിനുശേഷം ബ്ലഡ് വരികയാണെങ്കിൽ അതിൽ നിന്ന് കുറഞ്ഞതേ പൊറുക്കപ്പെടുള്ളൂ, കൂടുതലുള്ളത് പൊറുക്കപ്പെടുകയില്ല. ഇവ തന്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ കൂടുതലാണെങ്കിലും ഇളവുണ്ട്. തന്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ കുറഞ്ഞതിന് മാത്രമേ ഇളവുള്ളൂ. അപ്പോൾ ഒലിക്കുന്ന രക്തമില്ലാത്ത കൊതുക് പോലെയുള്ളവയുടെ രക്തം, അതേപോലെ മുറിവ്, മുഖക്കുരു, ചോരക്കുരു മുതലായവയുടെ രക്തം, ചലം, ഇവ തന്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ കൂടുതലാണെങ്കിലും ഇളവുണ്ട്. തന്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ കുറഞ്ഞതിന് മാത്രമേ ഇളവുള്ളൂ. ഇനി അടുത്തത് മുഗല്ലദല്ലാത്ത അന്യരക്തം, മൂക്കിൽ നിന്നുള്ള രക്തം, ഹൈദ് രക്തം, ഇതൊക്കെ കുറഞ്ഞത് മാത്രം ഇളവുണ്ട്. മുഗല്ലദല്ലാത്ത അന്യരക്തം, മുഗല്ലദ് എന്ന് പറഞ്ഞാൽ നായ, പന്നി, ഇതിന്റെ രക്തത്തിന് ഒരു ഇളവുമില്ല. അല്ലാത്ത അന്യ രക്തങ്ങൾ, അതിൽ നിന്ന് കുറഞ്ഞത് ഇളവുണ്ട്. ഇനി വഴിയിലെ നജസ് ഉണ്ടെന്ന് ഉറപ്പുള്ള ചെളി, അതിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടും. നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു പോവാണ്, അപ്പൊ അവിടെ ഒരു ചെളിക്കുഴി ഉണ്ട്, അവിടെ ഒരു ചെളിക്കുഴി ഉണ്ട്, അതിൽ നജസ് ഉണ്ട് എന്ന് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് അല്പം തെറിച്ചാലും പ്രശ്നമില്ല, അത് ഇളവുള്ള നജസാണ്. ഇനിയോ ഈച്ചയുടെ കാഷ്ടം, വവ്വാലിന്റെ മൂത്രം, കാഷ്ടം, ഇതെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. ഇങ്ങനെ ഇളവ് ലഭിക്കുന്ന പൊറുക്കപ്പെടുന്ന നജസുകൾ ഏതെല്ലാമാണ് എന്ന് വിദ്യാർത്ഥികൾ തരംതിരിച്ച് പ്രത്യേകം തന്നെ മനസ്സിലാക്കുക. ഇനി കുറവും കൂടുതലും തീരുമാനിക്കുന്നത് പതിവനുസരിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കുറഞ്ഞതാണെങ്കിൽ ഇളവുണ്ട്, കൂടുതലാണെങ്കിൽ ഇളവില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. എങ്ങനെയാണ് ഈ കുറവും കൂടുതലും ഒക്കെ മനസ്സിലാക്കുക? അത് പതിവനുസരിച്ചാണ്. നമുക്ക് തോന്നുന്നു ഇത് കുറവേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ അത് കുറവായിട്ട് പരിഗണിക്കണം. അല്ല, ഇത് കൂടുതലുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് പരിഗണിക്കണം. അങ്ങനെ അത് പതിവനുസരിച്ചാണ് ഈ കുറവും കൂടുതലും പരിഗണിക്കേണ്ടത്. ഇനി അടുത്തത്, ഒരു വസ്തുവിൽ നജസുണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി പരിഗണിക്കാം. നിസ്കരിക്കാൻ പോകുന്നവന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഇളവില്ലാത്ത നജസ് ഒരാൾ കണ്ടാൽ അവനെ ഉണർത്തൽ നിർബന്ധമാണ്. കുറച്ചധികം കാഷ്ടം ഒരാളുടെ ഡ്രസ്സിന്റെ ബാക്കിലുണ്ട്, അത് അയാൾ കണ്ടിട്ടില്ല, ആ ഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് അയാൾ നിസ്കരിക്കാൻ പോകുന്നത്, പക്ഷെ നമ്മളത് കണ്ടു. അങ്ങനെയാണെങ്കിൽ അയാളെ അത് ഓർമ്മപ്പെടുത്തണം. ഓർമ്മപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്കാണ് കുറ്റം. നിസ്കരിക്കാൻ പോകുന്നവന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഇളവില്ലാത്ത നജസ് ഒരാൾ കണ്ടാൽ അവനെ ഉണർത്തൽ നിർബന്ധമാണ്. ഇബാദത്തിലെ നിർബന്ധമായ ഒരു കാര്യത്തിൽ ഒരാൾക്ക് വീഴ്ച വന്നതായി കണ്ടാലും അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഇതാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. കൊതുകിന്റെ രക്തം ഇളവ് ചെയ്യപ്പെടുന്നതാണോ? ആണ്. കാരണം ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളിൽപ്പെട്ടതാണ് കൊതുക്. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം. ഇളവുള്ള നജസുകൾ 3 എഴുതുക. മുകളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒലിക്കുന്ന രക്തമില്ലാത്ത കൊതുക് പോലെയുള്ളവയുടെ രക്തം, മുറിവ്, മുഖക്കുരു, ചോരക്കുരു മുതലായവയുടെ രക്തം, ചലം, ഇവ തന്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ കൂടുതലാണെങ്കിലും ഇളവുണ്ട്. തന്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ കുറഞ്ഞതിന് മാത്രമേ ഇളവുള്ളൂ. അതുപോലെ മുഗല്ലദല്ലാത്ത അന്യരക്തം, മൂക്കിൽ നിന്നുള്ള രക്തം, ഹൈദ് രക്തം, ഇതൊക്കെ കുറഞ്ഞതിന് ഇളവുണ്ട്. വഴിയിലെ നജസുണ്ടെന്ന് ഉറപ്പുള്ള ചെളി കുറഞ്ഞത് പൊറുക്കപ്പെടും. ഈച്ചയുടെ കാഷ്ടം, വവ്വാലിന്റെ മൂത്രം, കാഷ്ടം, ഇതൊക്കെ പൊറുക്കപ്പെടുന്ന ഇനങ്ങളിൽ പെട്ടതാണ്. ഇനി നജസ് കൂടുതലോ കുറവോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അത് പതിവനുസരിച്ചാണ്. സാധാരണയിൽ
കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് കുറവുള്ളതാണ്, അല്ല കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് കൂടുതലുള്ളതാണ്. നാലാമത്തത്, ഇബാദത്തിൽ നിർബന്ധമായ ഒരു കാര്യത്തിൽ ഒരാൾ വീഴ്ച വരുത്തുന്നത് കണ്ടവൻ എന്ത് ചെയ്യണം? നിർബന്ധമായും അത് അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഇനി നിസ്കരിക്കാൻ ഒരുങ്ങുന്ന ഒരാളുടെ വസ്ത്രത്തിൽ നജസ് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് അയാളെ ഉണർത്തണം, ഓർമ്മപ്പെടുത്തണം. അത് നിർബന്ധമായ ഒരു കാര്യം കൂടെയാണ്. ഇനി അടുത്തത് അഞ്ചാമത്തെ പാഠം, ദിമാഉൽ മർഅത്തി. ദിമാ എന്ന് പറഞ്ഞാൽ രക്തങ്ങൾ, സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രത്യേക തരം രക്തങ്ങളെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ 3 ഇനമാണ്. ഒന്നാമത്തത് ഹൈള്. ഹൈള് എന്ന് പറഞ്ഞാൽ ആർത്തവ രക്തം. എന്താണ് ഹൈള് എന്ന് പറഞ്ഞാൽ? ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്നതാണിത്. ഹൈളുണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം 9 ചന്ദ്രവർഷമാണ്. ഈ കണക്കുകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. എന്താണ് ഹൈള് എന്ന് പറഞ്ഞാൽ? ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ഹൈള്. ഹൈളുണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം 9 ചന്ദ്രവർഷമാണ്. 9 വയസ്സാകാൻ 16 ദിവസത്തിന് താഴെയുള്ളപ്പോൾ രക്തം പുറപ്പെട്ടാൽ അത് ഹൈളാണ്. 9 വയസ്സാവാൻ ഇനി എത്ര ദിവസമേ ബാക്കിയുള്ളൂ? 16 ദിവസമേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ പുറപ്പെട്ടാലും അത് ഹൈളായി പരിഗണിക്കപ്പെടും. ഇനി താഴെയുള്ള ഈ ഒരു പട്ടിക വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഹൈള് സമയം. ഹൈള് ഏറ്റവും കുറഞ്ഞത് എത്രയാണ്? 1 ദിവസമാണ്. സാധാരണയിൽ 6-7 ദിവസം, കൂടിയത് 15 ദിവസം. അതുകൊണ്ട് തന്നെ 2 ഹൈളിനിടയിലെ ഏറ്റവും കുറഞ്ഞ ശുദ്ധി എത്രയാണ്? 15 ദിവസമാണ്. കൂടിയത് എത്രയാണ് എന്ന് പറയാൻ സാധിക്കില്ല. അത് പല സ്ത്രീകൾക്കും പല രൂപത്തിൽ ആയിരിക്കാം. ഇനി എന്താണ് നിഫാസ് എന്ന് പറഞ്ഞാൽ? ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, പ്രസവ രക്തം. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് രക്തം എന്നറിയപ്പെടുന്നത്. അതിനുശേഷം കാണുന്ന രക്തം ഹൈളാണ്. ഇനി നിഫാസിന്റെ ഈ ഒരു കണക്കുകളും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം. നിഫാസിന്റെ ഏറ്റവും കുറഞ്ഞത് അല്പസമയം, സാധാരണ 40 ദിവസം, കൂടിയത് 60 ദിവസം. ഇനി ഹൈള്, നിഫാസ് എന്നിവ കൊണ്ട് ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹൈള് ഉണ്ടാകുന്ന സമയത്ത്, നിഫാസ് ഉണ്ടാകുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിസ്കാരം, നിസ്കരിക്കാൻ പറ്റൂല. നോമ്പ്, അതുപോലെ സുജൂദ്, തവാഫ്, ഖുർആൻ ഓതൽ, ഖുർആൻ എഴുതപ്പെട്ടത് തൊടലും ചുമക്കലും, പള്ളിയിൽ താമസിക്കൽ, ഇതൊക്കെ ഹറാമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സംയോഗം ചെയ്യൽ, ഭാര്യ ഭർത്താക്കന്മാർ സംയോഗം ചെയ്യൽ, മുട്ടുപൊക്കിളിനിടയിൽ ഇണങ്ങിച്ചേരൽ, ഭർത്താവ് ഭാര്യയെ തലാഖ് ചെല്ലൽ, ആ സമയത്ത് തലാഖ് ചെല്ലൽ, ഇതൊക്കെ ഹറാമായ കാര്യങ്ങളാണ്. പ്രത്യേക ശ്രദ്ധക്ക്, രാത്രി രക്തം നിന്നാൽ കുളിക്കും മുമ്പ് നോമ്പെടുക്കാം. റമദാനിന്റെ സമയത്ത് അല്ലെങ്കിൽ നോമ്പിന്റെ വേളയിൽ ഹൈളുള്ള ഒരു സ്ത്രീക്ക് രാത്രി രക്തം നിന്നാൽ കുളിക്കും മുമ്പ് നോമ്പെടുക്കാം. എന്നാൽ കുളിക്കുന്നതിന് മുമ്പ് സംയോഗം ചെയ്യാൻ പാടില്ല. ഹജ്ജ് ചെയ്യുമ്പോൾ തവാഫ് ഒഴികെ മറ്റു കർമ്മങ്ങളെല്ലാം ചെയ്യാം. തവാഫ് ശുദ്ധിയായ ശേഷമാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് മൂന്നാമത്തെ രക്തം ഇസ്തിഹാലത്ത്. ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് രോഗരക്തം. ഹൈള്, നിഫാസ് ഇതിന്റെ സമയത്തല്ലാതെ വരുന്ന രക്തമാണിത്. ഇതിന് സമയപരിധിയില്ല. ഇസ്തിഹാലത്തുള്ളപ്പോൾ മേൽ പറഞ്ഞവയൊന്നും നിഷിദ്ധമല്ല. നമ്മൾ നേരത്തെ ഹൈള്, നിഫാസ് ഉള്ള സമയത്ത് പല കാര്യങ്ങളും ഹറാമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇസ്തിഹാലത്തിന്റെ രക്തം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ല, മറിച്ച് രോഗത്തിന്റെ ഭാഗമായി വരുന്ന രക്തമായിരിക്കാം. അങ്ങനെ ഇസ്തിഹാലത്തിന്റെ രക്തം പുറപ്പെട്ടാൽ നിസ്കാരമോ അല്ലെങ്കിൽ നോമ്പോ ഖുർആനോത്തോ ഒന്നും ഒഴിവാവുന്നതല്ല, അതെല്ലാം ചെയ്യൽ നിർബന്ധമാണ്. ഇനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹൈളുണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു 9 ചന്ദ്രവർഷം. രണ്ടാമത്തത്, നിഫാസിന്റെ സാധാരണ കാലം എത്ര ദിവസമാണ്? 40 ദിവസമാണ്. ഇസ്തിഹാലത്ത് കാരണം നിസ്കാരം ഒഴിവാക്കാമോ? പാടില്ല. നാലാമത്തത്, ഹൈളിന്റെ സമയം കുറഞ്ഞത് എത്ര ദിവസമാണ്? 1 ദിവസമാണ്. അഞ്ചാമത്തത്, ഹൈള്, നിഫാസുകാർക്ക് ഹറാമായവയിൽ 3 എണ്ണം പറയുക. ഇവിടെ നമ്മൾ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് 3 എണ്ണം എഴുതിയാൽ മതി. നിസ്കാരം, നോമ്പ്, സുജൂദ്, തവാഫ്, ഖുർആൻ ഓതൽ, അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് 3 എണ്ണം എഴുതിയാൽ മതി. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. നിഫാസിന്റെ കൂടിയ സമയം 90 ദിവസം ആണോ? നിഫാസിന്റെ കൂടിയ സമയം എത്രയാണ്? 60 ദിവസമാണ്. രണ്ടാമത്തത്, ഇസ്തിഹാലത്തുള്ളപ്പോൾ നോമ്പ് നോൽക്കാം. ശരി.
മൂന്നാമത്തത് 8 വയസ്സുള്ള പെൺകുട്ടിയിൽ നിന്ന് വന്ന രക്തം ഹൈലാകും. തെറ്റ്. കാരണം ഹൈലിന്റെ ഏറ്റവും ചുരുങ്ങിയ പ്രായം എത്രയാണ്? 9 ചന്ദ്രവർഷക്കണക്കാണ് അല്ലെ. അപ്പോൾ 8 വയസ്സുള്ളപ്പോൾ പെൺകുട്ടിയിൽ നിന്ന് വന്ന രക്തം ഹൈലായി പരിഗണിക്കുകയില്ല. നാലാമത്തത് 2 ഹൈലിനിടയിലെ കുറഞ്ഞ ശുദ്ധി 10 ദിവസം അല്ല 15 ദിവസമാണ്. ഹൈലുള്ളപ്പോൾ ഖുർആൻ ഓതാൻ പാടില്ല. ശരി. ഈ രൂപത്തിൽ ശരിയും തെറ്റും അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. ഇനി അടുത്തത് അദ്ദർസു സാദിസ്, അവസാനത്തെ പാഠമാണ്. 6ാമത്തെ പാഠം സുനനുൽ വുളൂഇ, വുളൂഇന്റെ സുന്നത്തുകൾ. നിസ്കാരവും മറ്റു പല ഇബാദത്തുകളും സഹീഹാവണമെങ്കിൽ വുളൂ അനിവാര്യമാണ്. അതിന്റെ ഷർത്തുകളും ഫർളുകളും നാം നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി അതിന് പൂർണ്ണത നൽകുന്ന സുന്നത്തുകൾ കൂടി പഠിച്ച് അവ നമുക്ക് പ്രാവർത്തികമാക്കാം. സാന്ദർഭികമായി വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത്തരത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇനി വുളു എടുക്കുന്ന സമയത്ത് ഈ പറയാൻ പോകുന്ന സുന്നത്തുകളൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് പെർഫെക്റ്റ് ആയ രൂപത്തിൽ വുളു എടുക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം സുന്നത്ത് എന്താണ് എന്ന് 1ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെയ്താൽ അല്ലാഹു തആല കൂലി തരും. എന്തിനാണ് വെറുതെ കൂലി നമ്മൾ ഒഴിവാക്കുന്നത്? അതുകൊണ്ട് താഴെ പറയാൻ പോകുന്ന സുന്നത്തുകൾ കൂടെ പാലിച്ചുകൊണ്ടാണ് ഇനി അങ്ങോട്ട് നമ്മൾ വുളു എടുക്കേണ്ടത്. എന്തൊക്കെയാണ് വുളുവിന്റെ സുന്നത്തുകൾ? 1, ഖിബ്ലയിലേക്ക് തിരിയുക. വുളു എടുക്കുന്ന സമയത്ത് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് വുളു എടുക്കുക. 2ാമത് വുളുഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക. എപ്പോൾ? തുടക്കത്തിൽ നമ്മൾ മുൻകൈ കഴുകുന്ന സമയത്ത് വുളുഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക. 2 മുൻകൈ ഒന്നിച്ച് കഴുകുന്നതോടൊപ്പം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുപോലെ 2 ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നുള്ള 2 ഷഹാദത്ത് കലിമ ചൊല്ലുക. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ എന്നുള്ള ഹംദും ചൊല്ലുക. പിന്നെ മിസ്വാക്ക് ചെയ്യുക. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. വായിൽ വെള്ളം കൊപ്പിളിക്കുക, അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി പുറത്തേക്ക് കളയുകയും ചെയ്യുക. അവ രണ്ടും ഒരേ കോരൽ കൊണ്ടായിരിക്കുക. ഏത്? വായിൽ വെള്ളം കൊപ്പിളിക്കാൻ വേണ്ടിയും മൂക്കിൽ വെള്ളം കയറ്റി സീറ്റാൻ വേണ്ടിയും എടുക്കുന്നത് ഒരേ കോരലായിരിക്കണം. ഇത് രണ്ടും നോമ്പില്ലാത്തവർ പരമാവധി കൂടുതൽ ചെയ്യുക. നോമ്പുകാരാണെങ്കിൽ വായിൽ വെള്ളം കൊപ്പിളിക്കാൻ വേണ്ടി ധാരാളം വെള്ളം എടുക്കുന്നത് നല്ലതല്ല, അത് കറാഹത്താണ്. ഒരല്പം വെള്ളം മാത്രമാണ് എടുക്കാൻ പാടുള്ളത്. തിങ്ങിയ താടിയുടെ ഉള്ളു കഴുകുക. കൈകാലുകളിൽ വലതു മുന്തിക്കുക. കൈ കാൽ വിരലുകൾ വിടർത്തി കഴുകുക. തല മുഴുവൻ തടവുക. 2 ചെവിയുടെ ഉള്ളും പുറവും ഒന്നിച്ച് തടവുക. അവയവങ്ങൾ ഉരച്ചു കഴുകുക. കൈ കാൽ മുഖം എന്നിവ കയറ്റി കഴുകുക. മേൽ പറയപ്പെട്ടവയെല്ലാം 3 തവണ ചെയ്യുക. 3നേക്കാൾ കൂട്ടലും കുറക്കലും കറാഹത്താണ്. തുടർച്ചയായി ചെയ്യുക. മടമ്പ്, പീളക്കുഴി എന്നിവ ശ്രദ്ധിച്ചു കഴുകുക. വുളുഇന്റെ ബാക്കി വെള്ളം അല്പം കുടിക്കുക. ഇനി അനുബന്ധ സുന്നത്തുകൾ. ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കുക. വുളു എടുക്കുന്ന സമയത്ത് അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക. കാരണമില്ലെങ്കിൽ തോർത്താതിരിക്കുക. വുളു എടുത്തതിന് ശേഷം പ്രത്യേകം കാരണങ്ങളൊന്നുമില്ലെങ്കിൽ ആ വെള്ളം തോർത്തിക്കളയാതിരിക്കലാണ് നല്ലത്. വുളുഇന്റെ ഉടനെ ഖിബിലക്ക് മുന്നിട്ട് 2 കൈയും കണ്ണും മുകളിലേക്ക് ഉയർത്തി 2 ഷഹാദത്ത് കലിമ ചൊല്ലി അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന എന്ന് തുടങ്ങുന്ന ദുആ ചെയ്യുക. ശേഷം നബിയുടെയും കുടുംബത്തിന്റെയും മേലിൽ സലാത്തും സലാമും ചൊല്ലുക. ഈ വുളുഇന് ശേഷമുള്ള ദുആ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على خير خلقه سيدنا محمد وآله وصحبه وسلم. ഈ ദുആ വുളു എടുത്തതിന് ശേഷം പ്രത്യേകം ചൊല്ലൽ സുന്നത്തുണ്ട്. വലിയ പ്രതിഫലം ലഭിക്കുന്ന ദുആയും കൂടെയാണ് ഈ ദുആ. അതുകൊണ്ട് വിദ്യാർത്ഥികളോട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ വുളുഇന്റെ സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം ഇനി അങ്ങോട്ട് നമ്മൾ വുളു എടുക്കേണ്ടത്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി തദ്രീബാത്ത്. 1ാമത്തെ ചോദ്യം, വുളു ചെയ്യുമ്പോൾ എവിടേക്ക് മുന്നിടണം? ഖിബ്ലയിലേക്ക് മുന്നിടണം. മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. ആർക്ക്? എപ്പോൾ? നോമ്പുകാരന് ഉച്ചയ്ക്ക് ശേഷം. 3ാമത്തത്, വുളുഇൽ ശ്രദ്ധിച്ചു കഴുകേണ്ടത് എന്തെല്ലാമാണ്? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പീളക്കുഴി, അതുപോലെ മടമ്പ് എന്നിവ ശ്രദ്ധിച്ചു കഴുകേണ്ടതുണ്ട്.
ഇനി കമ്മിൽ പൂർത്തിയാക്കാം. രണ്ട് മുൻകൈ ഒന്നിച്ചു കഴുകുന്നതോടൊപ്പം, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് മുൻകൈ ഒന്നിച്ചു കഴുകുന്നതോടൊപ്പം അഊദു ബിസ്മി, രണ്ട് ഷഹാദത്ത് കലിമ, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ എന്നിവ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നിവ ചൊല്ലുക. രണ്ട്, വുളൂഇന്റെ ഉടനെ കിബിലക്ക് തിരിഞ്ഞ് ഇരു കയ്യും കണ്ണും മുകളിലേക്ക് ഉയർത്തി രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലി അല്ലാഹുമ്മ ജ്അൽനി മിനത് തവ്വാബീന എന്ന് തുടങ്ങുന്ന ദുആ ചെയ്യുക. ശേഷം നബിയുടെയും കുടുംബത്തിന്റെയും മേലിൽ സലാത്തും സലാമും ചൊല്ലുക. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. വുളൂഇൽ മൂക്കിൽ വെള്ളം കയറ്റൽ ഫർളാണ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്, സുന്നത്താണ്. വുളൂഇൽ മൂക്കിൽ വെള്ളം കയറ്റൽ, വായിൽ വെള്ളം കൊപ്പിളിക്കലൊക്കെ സുന്നത്താണ്. രണ്ടാമത്തത്, വുളൂഇന്റെ അവസാനം ദുആയും രണ്ട് ഷഹാദത്തും ചൊല്ലുന്നത് സുന്നത്താണ്. ശരി. അവയവങ്ങൾ 3 തവണ കഴുകുന്നത് കറാഹത്താണ്, അല്ല സുന്നത്താണ്. 3 തവണയാണ് കഴുകേണ്ടത്. 3-ൽ കുറക്കലോ 3-ൽ കൂട്ടലോ ആണ് കറാഹത്ത്. ഇനി നാലാമത്തത് അന്നശാത്തു തത്ബീഖി, പൂർണ്ണമായ വുളൂ പരിശീലിക്കുക. ഇവിടെ ഒരു QR കോഡ് തന്നിട്ടുണ്ട്. അത് സ്കാൻ ചെയ്താൽ പരിപൂർണമായ രൂപത്തിൽ വുളൂ എടുക്കുന്ന മനോഹരമായ ഒരു വീഡിയോ കാണാൻ സാധിക്കും. വിദ്യാർത്ഥികളൊക്കെ അത് കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിർബന്ധമായും അത് കൃത്യമായി കാണുകയും എങ്ങനെയാണ് പെർഫെക്റ്റ് ആയ രൂപത്തിൽ സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് വുളൂ എടുക്കേണ്ടത് എന്ന് വിദ്യാർത്ഥികൾ കൃത്യമായി മനസ്സിലാക്കുകയും ഇനി അങ്ങോട്ട് വുളൂ എടുക്കുന്ന സമയത്ത് ആ രൂപത്തിൽ തന്നെ വുളൂ എടുത്ത് ശീലിക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇത്രയും പാഠങ്ങൾ, ഈ 6 പാഠങ്ങളാണ് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആർക്കെങ്കിലും വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അല്ലാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله. الحمد لله الذي جعل الماء طهورا. വുളൂ എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.